നമുക്കറിയാം CCL സീസൺ തുടങ്ങാൻ പോവുകയാണ്. കേരള സ്ട്രൈക്കേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുറച്ച് ദിവസം മുമ്പ്, അതായത് 2-3 ദിവസം മുമ്പ് അവർ ഒരു 32 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു സ്ക്വാഡ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയായിരുന്നു. അത്യാവശ്യം പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ചധികം താരങ്ങൾ ആ ഒരു സ്ക്വാഡിനകത്തുണ്ടായിരുന്നു. ബട്ട് ഷാർജയിലേക്ക് അത്രയും പേര് പോകില്ല, 22-16 പേരെ പോകത്തുള്ളൂ. ഇടവേള ബാബു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാലും ഇപ്പോൾ ഷാർജയിലേക്ക് പോകുന്ന ആ ഒരു സ്ക്വാഡിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ഈ ഒരു ടീം തന്നെയായിരിക്കും എൻ്റെ സീസൺ കളിക്കാൻ പോവുക. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഒരു നല്ല ബോളർ അതുപോലെ തന്നെ ഒരു നല്ല ബാറ്റ്സ്മാനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരുന്നേലും. അതായത് ഈ ഒരു ഒഴിവാക്കിയ, അതായത് ഈ 10 പേര് ഒഴിവാക്കിയവർ തന്നെ ഒരു അത്യാവശ്യം നല്ല ബോളറും അത്യാവശ്യം നല്ല ബാറ്റ്സ്മാനും ഉണ്ട്. സോ അവരിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു. അതായത് ഒരു അത്യാവശ്യം നല്ലോണം കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ, ഒരു അത്യാവശ്യം നല്ലോണം കളിക്കുന്ന ബോളർ, അതായത് ജോൺ കൈപ്പള്ളിൽ, അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ സമർത്ഥ, അദ്ദേഹം നല്ല ബാറ്റ്സ്മാനാണ്. അങ്ങനെ കുറച്ച് അതായത് 1-2 പേരെ കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു ഈ ഒരു സ്ക്വാഡ്. ബട്ട് ഇപ്പോൾ എനിക്ക് ചെറിയൊരു നിരാശ തോന്നി ഈ ഒരു സ്ക്വാഡ് കണ്ടിട്ട്. പിന്നെ ഒരു 32 അംഗ ലിസ്റ്റ് കൊടുത്ത് ഈ CCL 3-4 പ്ലേയേഴ്സിനെ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നു. സോ അതായത് സിനിമയിൽ കൂടുതൽ അഭിനയിക്കണം, എന്നാൽ മാത്രമേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ടൊക്കെ കുറച്ച് പേര് ഒഴിവാക്കാൻ അതും കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് ഇടവേള ബാബുവിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മാക്സിമം നല്ല ടീമിനെ പ്രഖ്യാപിക്കാൻ നോക്കത്തുള്ളൂ. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് പോലും അത്യാവശ്യം നല്ലൊരു ടീമിനെ അദ്ദേഹം അനൗൺസ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും വേറെ പല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനൊരു ടീമിനെ അതിൽ പ്രഖ്യാപിക്കേണ്ടതായിട്ട് തോന്നുന്നത്. ഈ ഒരു സ്കോഡ് നോക്കുമ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ അദ്ദേഹം A കാറ്റഗറി പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ടൊരു നല്ല കാര്യമാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. ഒരു 20-20 ഓവറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ബാറ്റ്സ്മാൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഫോർമാറ്റ് അദ്ദേഹത്തിന് എത്രത്തോളം സ്യൂട്ടബിൾ ആവുമെന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ അദ്ദേഹം നല്ലൊരു ബോളർ കൂടിയാണ്. സോ ബോളിങ്ങിൽ നമുക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കും. സോ പ്രശാന്ത് അലക്സാണ്ടർ A കാറ്റഗറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ കുറച്ച് സിനിമകൾ ഈ ഒരു 2023 ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം A കാറ്റഗറിയിലേക്ക് പ്രൊമോട്ട് ചെയ്തത്. പിന്നെ ബിനേഷ് കൊടിയേരി, അദ്ദേഹം നല്ലൊരു സ്പിൻ ബോളറാണ്. സോ അദ്ദേഹത്തിൻ്റെ സേവനം എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ പ്രശാന്ത് അലക്സാണ്ടർ അതുപോലെ ബിനേഷ് കൊടിയേരി ഇവരുടെ ആ ഒരു ബോളിംഗ് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേരള സ്ട്രൈക്കേഴ്സിന്. പിന്നെ അത്യാവശ്യം നല്ലോണം വിക്കറ്റ് ചെയ്യാനുള്ള ശേഷി പ്രശാന്ത് അലക്സാണ്ടറുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം T10 പ്രശാന്ത് അലക്സാണ്ടർക്ക് അതുപോലെ രാജീവ് പിള്ളയും കൂടെ ആയിരുന്നു ഓപ്പണിംഗ് ചെയ്തത്. ആ ഒരു സീസണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ. സോ ബാറ്റിങ്ങിലും ചെറിയ പ്രതീക്ഷയുണ്ട് നമുക്ക് പ്രശാന്ത് അലക്സാണ്ടറുടെ കാര്യം നോക്കുമ്പോൾ. പിന്നെ അനൂപ് കൃഷ്ണനുണ്ട്. അദ്ദേഹം എങ്ങനത്തെ ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത്യാവശ്യം നല്ലൊരു ബോളറാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പെർഫോമൻസ് ഏത് രീതിയിലായിരിക്കും കേരള സ്ട്രൈക്കേഴ്സിന് ഗുണം ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ ആൻ്റണി പെപ്പയുണ്ട്. അദ്ദേഹം ഒരു പ്രോപ്പർ ഓൾറൗണ്ടറാണ്. ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും എല്ലാം ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരു ബിഗ് ഹിറ്ററാണ്. അത്യാവശ്യം നല്ലോണം പേസ് ബോൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ അദ്ദേഹം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വലിയ സംശയം തന്നെയാണ്. ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ചെറിയ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ അരുൺ ബെന്നി ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരുൺ ബെന്നിയുടെ ഈ ഒരു അടുത്തിടയ്ക്കുള്ള പെർഫോമൻസ് ഒന്നും അത്ര മികച്ചതല്ല. അദ്ദേഹം കുറച്ച് ഫോം ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ CCL വരുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. വലിയൊരു ഹോപ്പ് നമ്മൾ അരുൺ ബെന്നി വെച്ച് പുലർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. ബട്ട് അരുൺ ബെന്നി എന്നൊരു പേര് നമുക്ക് എല്ലാവർക്കും ആശ്വാസം പകരുന്നത് തന്നെയാണ്. ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ നമുക്ക് നല്ലൊരു വിക്കറ്റ് കീപ്പറിനെ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാം. അരുൺ ബെന്നി നല്ലൊരു വിക്കറ്റ് കീപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം അർജുൻ നവാറും രാജീവ് പിള്ളയൊക്കെ മാറി വിക്കറ്റ് കീപ്പിംഗ് നിൽക്കുമായിരുന്നു. സോ ഇപ്പോൾ അരുൺ ബെന്നി തന്നെയായിരിക്കും പ്രോപ്പർ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കാൻ പോകുന്നത്. ഒരു കാറ്റഗറി B ലെവലിൽ അദ്ദേഹം ഉറപ്പായിട്ടും ടീമിലുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജീൻ പോൾ ലാൽ, അദ്ദേഹം നല്ല സ്പിന്നറാണ്. കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് കുറച്ച് ആശ്വാസം. സോ അദ്ദേഹത്തിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാറ്റഗറി B പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇറക്കും വലിയൊരു കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ മണികണ്ഠൻ ആചാര്യ ഉണ്ട്. അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള ബോളറാണ് ബാറ്ററാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. പിന്നെ മുന്നേ സൈമൺ, അദ്ദേഹത്തെ മിക്കവാറും കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സൈഡ് ബെഞ്ചിൽ കാണാൻ സാധിക്കും. പക്ഷേ പ്ലേയിങ് 11 ഇതുവരെ ഞാൻ അധികം കണ്ടിട്ടില്ല. സോ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ രാജീവ് പിള്ള ഉണ്ട്. രാജീവ് പിള്ളയാണ് എപ്പോഴും കേരള സ്ട്രൈക്കേഴ്സിലെ ബാക്ക് ബോൾ. കേരള സ്ട്രൈക്കേഴ്സ് ആ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറേ ഉള്ളൂ, അത് രാജീവ് പിള്ളയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു 5-6 ബോൾ കുറവെടുത്താൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഒരു T20 ലെവൽ പോലത്തെ ബാറ്റിംഗാണ് അദ്ദേഹം T10 കാഴ്ചവെക്കുന്നത്. സോ അത് അത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 5-6 ബോൾ കുറവെടുത്താൽ അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പിന്നെ റിയാസ് ഖാൻ, അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൈജു കുറപ്പുണ്ട്. കഴിഞ്ഞ സീസൺ നമ്മൾ ശരിക്കും ഞെട്ടിച്ചു. പ്രത്യേകിച്ച് മുംബൈ ഹീറോസുമായിട്ടുള്ള ഒരു ഗെയിമിൽ അതിൻ്റെ ബാറ്റിങ്ങും അതുപോലെ ബോളിങ്ങും ഒക്കെ വേറെ ലെവലായിരുന്നു. സോ സൈജു കുറുപ്പ് ഒരു കാറ്റഗറി A ലെവൽ പ്ലെയറായിട്ട് ടീമിലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാജു നവോദയം, അദ്ദേഹം ടീമിലുണ്ട്. അതായത് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ സഞ്ജു സലിമിനെ കോച്ചിറക്കാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യും, ബോളിംഗ് ചെയ്യും. ചിലപ്പോൾ ഒരു കാറ്റഗറി B പ്ലെയർ എന്ന രീതിയിൽ ഇറക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്.
പിന്നെ സഞ്ജു ശിവരം അദ്ദേഹം പ്ലേയിങ് 11 ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ ഷഫീഖ് റഹ്മാൻ സാധ്യതകളുണ്ട്. കോച്ച് പേസ് ബോളിങ്ങിന് കുറച്ചുകൂടെ നേതൃത്വം നൽകുകയാണെങ്കിൽ അതായത് പേസ് ബോളിംഗ് കുറച്ചുകൂടെ മികച്ച ആരെങ്കിലും വേണമെന്ന് കോച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷഫീഖ് റഹ്മാൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവസാനം 7-8 കുറച്ച് ബിഗ് ഹിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ചിലപ്പോൾ അദ്ദേഹം ടീമിലൊരു ഇട കിട്ടാൻ സാധ്യത കൂടുതലുള്ള പ്ലെയർ തന്നെയാണ്. പിന്നെ സിദ്ധാർത്ഥ് മേനോൻ അദ്ദേഹം ഉറപ്പായിട്ടും പ്ലേയിങ് 11 ഉണ്ടാകും. അദ്ദേഹം ഒരു കാറ്റഗറി ബി പ്ലെയറാണ് എങ്കിൽ പോലും എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പ്ലേയിങ് 11 ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹം ഒരു നല്ല ബാറ്റ്സ്മാനാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സിജു വിൽസണാണ്, കാറ്റഗറി എ ആണ്. സോ അതുതന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. പിന്നെ പ്രാക്ടീസ് മാച്ചിലൊക്കെ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അതുകൊണ്ട് അദ്ദേഹം ഉൾപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പ്ലേയിങ് 11. പിന്നെയുള്ളത് സണ്ണി വെയിനാണ്. അദ്ദേഹം പ്ലേയിങ് 11 ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ 7 പ്ലേയേഴ്സിനെ എടുക്കണം. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സുരേഷ് ആർക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ബോളിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ വിനു മോഹനുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കുറേയധികം അടിമേടിച്ചാണ്, പക്ഷേ കുറച്ച് സ്വിംഗ് ഒക്കെയുള്ള ബോളിംഗാണ് അദ്ദേഹത്തിൻ്റെ. ചിലപ്പോൾ കോച്ച് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. പിന്നുള്ളത് വിവേക് ഓബനാണ്. അദ്ദേഹം ഉറപ്പായിട്ട് ടീമിനോട് ഉണ്ടാകും. ഒരു ഓൾറൗണ്ടറാണ്, ഫിനിഷറാണ്, നല്ല സ്പിന്നറാണ്, നല്ല രീതിയിൽ ബിഗ് ഹിറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു ബാറ്റ്സ്മാനാണ്. സോ വിവേക് ഓബനും പ്ലേയിങ്ങിലും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അർജുൻ നന്ദകുമാറിൻ്റെ പേര് ഞാൻ അവസാനം പറയാൻ മാറ്റി വെച്ചാണ്. സോ ഇപ്രാവശ്യത്തെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ എല്ലാ ഹോപ്പ് ഇരിക്കുന്നത് അർജുൻ നന്ദകുമാറാണ്. കാരണം CCFൻ്റെ ഒരു ടൂർണമെൻറ്റ് അവസാനമായിട്ട് നടന്നിരുന്നു. ആ ഒരു ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ നന്ദകുമാറാണ്. കുറേയധികം മികച്ച താരങ്ങളുണ്ടായിരുന്നു, അവയിൽ നിന്ന് ഏറ്റവും മികച്ച താരം അർജുൻ നന്ദകുമാറായിരുന്നു. സോ ഒരു കാറ്റഗറി എ പ്ലെയർ കൂടിയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ഈ ഒരു സീസണിൽ ഏറ്റവും വലിയ ഗുണകരമാകും. പ്രാക്ടീസ് മാച്ച് മികച്ച പ്രകടനം, അതുപോലെ അതിന് മുമ്പ് നടന്ന ടൂർണമെൻറ്റ് മികച്ച പ്രകടനം. സോ അർജുൻ നന്ദകുമാറായിരിക്കും ഈ സീസൺ, അതായത് രാജീവ് പിള്ളയെക്കാട്ടിൽ എല്ലാവരും ഉറ്റുവെക്കാൻ പോകുന്നത് അർജുൻ നന്ദകുമാറിനായിരിക്കും. സോ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി കഴിഞ്ഞ സീസണിലേക്ക് കുറച്ച് കുറവായിരുന്നു, ബട്ട് ഈ പ്രാവശ്യത്തെ ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരും എന്നതിന് നമുക്ക് വിചാരിക്കാം. സോ അർജുൻ നന്ദകുമാറിലാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള ഹോപ്പല്ല. പിന്നെ ഇതിൽ കാറ്റഗറി എ ബി ആരൊക്കെയാണെന്ന് കറക്റ്റ് അറിയില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ബിനീഷ് കൊടിയേരി വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാറ്റഗറി എ പ്ലെയർ ആയിരിക്കും. അതിൽ അലക്സാണ്ടർ പ്രശാന്ത് അദ്ദേഹം ഒരു കാറ്റഗറി എ പ്ലെയറാണ്, അത് കൺഫേമാണ്. അനൂപ് കൃഷ്ണൻ ഒരു കാറ്റഗറി ബി പ്ലെയർ ആയിരിക്കും. ആൻ്റണി പെപ്പെ അദ്ദേഹം കാറ്റഗറി എ പ്ലെയർ തന്നെയാണ്, ഉറപ്പാണ്. പിന്നെ അർജുൻ നന്ദകുമാർ കാറ്റഗറി എ പ്ലെയർ ആയിരിക്കും. പിന്നെ അരുൺ ബെന്നി കാറ്റഗറി ബി, ലാൽ ജൂനിയർ അദ്ദേഹം കാറ്റഗറി ബി ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ മണികണ്ഠൻ രാജാരി അദ്ദേഹം കാറ്റഗറി എ ആകാനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മുന്ന സൈമൺ അദ്ദേഹം കാറ്റഗറി ബി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാജീവ് പിള്ള കാറ്റഗറി എ ആണ്. റിയാസ് കെൻ കാറ്റഗറി എ, സൈജു കുറുപ്പ് കാറ്റഗറി എ, സാജു നവോദിയ കാറ്റഗറി എ ആണ്. പിന്നെ സഞ്ജു സലീം അദ്ദേഹം കാറ്റഗറി ബി ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ സഞ്ജു ശിവരം അദ്ദേഹം കാറ്റഗറി എ ആകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷഫീഖ് റഹ്മാൻ അദ്ദേഹം കാറ്റഗറി ബി ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ സിദ്ധാർത്ഥ് മേനോൻ അദ്ദേഹം കാറ്റഗറി ബി ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ സിജു വിൽസൺ അദ്ദേഹം കാറ്റഗറി എ തന്നെയാണ്, അദ്ദേഹം ഇന്നലെ കൺഫേം ചെയ്തൊരു കാര്യമാണ്. പിന്നെ സണ്ണി വെയിൻ കാറ്റഗറി എ ആണ്. പിന്നെ സുരേഷ് ആർക്ക് അദ്ദേഹം കാറ്റഗറി എ ആകാനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിനു മോഹൻ അദ്ദേഹം കാറ്റഗറി എ തന്നെയായിരിക്കും. അതുപോലെ വിവേക് ഓബൻ അദ്ദേഹം കാറ്റഗറി ബി ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഇന്ദ്രജിത്ത് ക്യാപ്റ്റൻ അദ്ദേഹം ഉറപ്പായിട്ടും കാറ്റഗറി എ തന്നെയായിരിക്കും. അദ്ദേഹം ഉറപ്പായിട്ടും പ്ലേയിങ് ലെവലിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുഞ്ചാക്ക ബോബൻ്റെ കൂട്ടായിരിക്കില്ല, അതായത് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞുകൊണ്ട് ടീമിൽ വന്നു. പിന്നെ അദ്ദേഹത്തെ കണ്ടതുപോലും ഇല്ല, ഇടയ്ക്കെങ്ങാണ്ട് ഫീൽഡിൽ ഇറങ്ങുന്നത് മാത്രമാണ് നമ്മൾ കണ്ടത്. ബട്ട് ഇന്ദ്രജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോപ്പർ പെർഫോമൻസും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ ലീഡ് ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം ആ ഒരു ട്രെയിനിങ് സമയത്താണെങ്കിലും എല്ലാ ട്രെയിനിങ്ങിലും അദ്ദേഹം ഉണ്ടായിരുന്നു. സോ ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ ഇന്ദ്രജിത്ത് ഏറ്റെടുത്തിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ നമുക്കൊരു പ്ലേയിങ് ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാം. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ പ്ലേയിങ് ഗ്രൗണ്ട് എന്തായിരിക്കും അത്. സോ ഇത് നേരത്തെ പറയാനുള്ള ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.